ഗജാനനം ചന്ദ്രസമാനവർണ്ണം കമലാസനസ്ഥം വിഘ്നേശ്വരം മൗനി സദാ പ്രസന്നം താവകപദം അനുഭജതാംബേ കൃപയാ പാലയ ശ്രീധരനസേയാ കൃപയാ പാലയ സദാനന്ദ ദേവരാജ പ്രജാപതി കോയിക്കൽ വാണിടും ധർമ്മശാസ്ത്രീ കൈതൊഴ ഭൂതനാഥ സദാനന്ദ ദേവരാജ പ്രജാപതി കോയിക്കൽ വാണിടും ധർമ്മശാസ്ത്രീ കൈതൊഴ നിത്യവും നിൻ തിരുനടയിൽ നിർമ്മാല്യ ദർശനം പുണ്യമാം നെയ്യഭിഷേകം കണ്ടു ഞാൻ കൈവണങ്ങുന്നേ ഭൂതനാഥ സദാനന്ദ ദേവരാജ പ്രജാപതി കോയിക്കൽ ശാസ്ത്രീ കൈതൊഴ വലിയ കോയിക്കൽ അമർന്നീടും ധർമ്മശാസ്ത്രീ കൈതൊഴ വലിയ കോയിക്കൽ അമർന്നീടും ധർമ്മശാസ്ത്രീ കൈതൊഴ ഗണപതി ഭഗവാനേ സരസ്വതി ദേവിയേ വിലാസവാസനേ വൈകുണ്ഠവാസനേ പന്തളരാജാവേ പന്തളരാജകുമാരനേ ധർമ്മശാസ്താവേ മണികണ്ഠസ്വാമിയേ മണിവർണ്ണസ്വാമിയേ വനദൈവങ്ങളേ ശബരിമല ധർമ്മശാസ്താവേ ഹരിഹരസുതനേ വനദൈവങ്ങളേ വനമൂർത്തികളേ ഗുരുക്കന്മാരേ പിതൃക്കന്മാരേ അപ്പദൈവങ്ങളേ സ്വാമിയേ
ഹരിഹരസുതനാനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ 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 പുണ്യസ്വാമിയേ. ഈ ചടങ്ങ് വളരെ വിപുലമായിട്ട് പന്തളത്ത് സ്വാമി അയ്യപ്പന്റെ മണ്ണിൽ തന്നെ നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, പന്തളം കൊട്ടാരത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒന്ന് രണ്ട് മരണങ്ങൾ കാരണം ഈ ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത്ര വിപുലമായിട്ട് ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഇവിടെ എത്താനും സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ചടങ്ങ് ഒന്ന് നമ്മൾ ചുരുക്കി ചെയ്യണം എന്ന് തീരുമാനിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ട് വലിയ സമ്മേളനങ്ങളുടെ നടുക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിവാദവും അല്ലെങ്കിൽ ഇത്തരം സമ്മേളനങ്ങളും ഒന്നും നമ്മളുടെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ പരിപാടിയെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഇത് സംഘടിപ്പിക്കാൻ, പന്തളത്ത് ഇത് ഇന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്നലെ സർക്കാർ വക അയ്യപ്പ സംഗമത്തിന്റെ വാർത്തകൾ തീരുന്നു. ഇപ്പോൾ നാളെ വിശ്വാസി സംഗമം ഇതിനെതിരെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗം പറയാനും വേണ്ടി ഒരു വലിയ സമ്മേളനം ഇവിടെ നടക്കുന്നു. ഇതിന്റെയൊക്കെ ഇടയിലാണ് നമ്മളുടെ ഈ ചെറിയ പരിപാടി ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, തത്വമയെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഭാജ്യ ഘടകം എന്ന് മാത്രമല്ല, ഞങ്ങളുടെ DNA-യുടെ ഭാഗം തന്നെയാണ്. തത്വമയുടെ ഈ പ്രോജക്റ്റ് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കി അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത ആദ്യത്തെ കോപ്പി സന്നിധാനത്ത് രാജീവ് തന്ത്രിയുടെ കയ്യിൽ കൊടുത്ത് അകത്ത് പൂജിച്ച ശേഷമാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്ന് മാത്രമല്ല, അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയെങ്കിലും ഒക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ശബരിമലയുമായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വിവാദങ്ങളുടെ സമയത്താണ് യഥാർത്ഥത്തിൽ തത്വമയുടെ പ്രവർത്തനം തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചതിലും അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതിലും നേരത്തെ പ്രീപോൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇറങ്ങേണ്ടി വന്നത്. അന്ന് ശബരിമലയിൽ ഈ പറയുന്ന അവിശ്വാസികളെ കയറ്റാനും ക്ഷേത്രാചാരങ്ങൾക്കെതിരെ വലിയ ഗൂഢാലോചന നടന്ന ആ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ആരംഭിക്കേണ്ടി വന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ 6-7 വർഷങ്ങളായി തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട്, അതായത് പന്തളം മുതൽ സന്നിധാനം വരെ കൂടെ പോയി ലൈവ് ചെയ്യുന്ന ഏക ചാനൽ എന്നുള്ളത് തത്വമയിയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ആ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് തത്വമയി TV. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശബരിമലയുമായി അത്തരം ഒരു ബന്ധമുള്ള ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഇന്ന് ഇവിടെ വിളക്ക് കൊളുത്തി നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നതും അതുപോലെ ഒരു സംരംഭമാണ്. ഇപ്പൊ ശബരിമല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീകമാണ്. കാരണം കേരളത്തിലെ ഹിന്ദു സമാജം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പ്രതീകമായിട്ട് വേണമെങ്കിൽ നമുക്ക് ശബരിമലയെ കാണാം. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. കഴിഞ്ഞ വലിയ മാറ്റങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാവുന്നു എന്ന് എല്ലാവരും പറയുമ്പോഴും ഈ സമയത്തും നാളെ ഒരു വിശ്വാസി സംഗമം ഇവിടെ നടക്കുകയാണ്. ശബരിമലയെയും ആചാരങ്ങളെയും വിശ്വാസത്തെയും പ്രതിരോധിക്കാൻ, സംരക്ഷിക്കാൻ ഇപ്പോഴും പാടുപെടുന്ന ഒരു ഹിന്ദു സമൂഹത്തെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തെളിയിക്കേണ്ട ബാധ്യത, അത് നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇതൊന്നും മറ്റാർക്കും ഇല്ലാത്തതാണ്, നമുക്ക് മാത്രമുള്ളതാണ്. എല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ കുഞ്ഞുങ്ങളെ പോലും പഠിപ്പിക്കുന്ന ഒരു ഇക്കോസിസ്റ്റത്തിലാണ് നമ്മളെല്ലാവരും വളരുന്നത്. അപ്പോൾ ഈ ചെയ്യുന്ന കാര്യം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മളുടെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണല്ലോ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുക. അതിനെക്കുറിച്ച് എന്നെക്കാൾ എത്രയോ ആഴത്തിൽ പഠിച്ച് എത്രയോ നന്നായി സംസാരിക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തായാലും തത്വമയി ചാനലിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇതൊരു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ്. 3 ഭാഷകളിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഭക്തിരസ പ്രധാനം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ശബരിമലയുടെ ചരിത്രത്തെയും ശബരിമലയുടെ പാരമ്പര്യത്തെയും ഐതിഹ്യങ്ങളെയും എല്ലാം രേഖകളുടെയും ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഈ ഒരു സംരംഭം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഒരു ചരിത്ര നിയോഗത്തിനാണ് തത്വമയി തയ്യാറെടുക്കുന്നത് ഈ ചരിത്ര ഭൂമിയിൽ നിന്നുകൊണ്ട്. കാര്യം
രാജേഷ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് സംഗമങ്ങൾക്കിടയിൽ എപ്പോഴും തത്വമയി നിലകൊണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. കാര്യം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള ഒരു ലിങ്കായി ഇവിടെ പറഞ്ഞു പരത്തുന്ന റോങ് നെറേറ്റീവുകൾ അത് അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് കൃത്യമായി ഓരോ സമയത്തും ആചാര ലംഘനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ആചാര ധ്വംസനം നടക്കുമ്പോൾ പട്ടാപ്പകൽ സ്വർണ്ണക്കടത്തും വിഗ്രഹക്കടത്തുമൊക്കെ നടത്തുമ്പോൾ അതൊക്കെ മറ്റ് ചാനലുകൾ പറയാൻ മടിക്കുമ്പോൾ സധൈര്യം വിളിച്ചു പറഞ്ഞിട്ടുള്ളവരാണ് തത്വമയി. നേരത്തെ രാജേഷ് സാർ ഇവിടെ സൂചിപ്പിച്ചു തത്വമയി കഴിഞ്ഞ 7 വർഷമായി തിരുവാഭരണ യാത്രയുടെ ഭാഗമാണ്. ഒരുപക്ഷെ അതിനു മുമ്പ് ഒരുപാട് തവണ പന്തളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പന്തളത്ത് നിരവധി തവണ വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഈ പന്തളം, എൻ്റെ ജന്മസ്ഥലം തിരുവിതാംകൂറാണ്, തെക്കൻ തിരുവിതാംകൂറാണ്. പക്ഷേ കർമ്മമണ്ഡലം ഇപ്പോൾ ഏറെയും ഈ മധ്യ തിരുവിതാംകൂറാണ്, പ്രത്യേകിച്ചും പന്തളം. ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെയുമായി സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ എത്താറുണ്ട്. മുമ്പ് പലപ്പോഴും നന്ദേട്ടനെ കാണാൻ ഇവിടെ വരാറുണ്ടെങ്കിൽ ഇപ്പോൾ നന്ദേട്ടൻ പലപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 2018 പ്രക്ഷോഭത്തിന് ശേഷം ആ ഒരു കാലഘട്ടത്തിലാണ് നാട് നീങ്ങിയ പന്തളത്തിന്റെ പ്രിയപ്പെട്ട തമ്പുരാൻ ശ്രീ ശശിവർമ്മ തമ്പുരാൻ, അദ്ദേഹം ഈ കാണുന്ന വീടിന്റെ പൂമുഖത്തിരിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത്, സനോജെ, ശബരിമലയെ കുറിച്ച് ആധികാരികമായ ഒരു ഡോക്യുമെന്ററി ഇതുവരെ വന്നിട്ടില്ല. വന്നതെല്ലാം അവരവർക്ക് തോന്നിയ ഭാവനകളും കൽപ്പനകളും അനുസരിച്ചുള്ള കഥകളും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ അത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എങ്കിലും വാസ്തവികതയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഡോക്യുമെന്ററി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, തമ്പുരാനെ നമ്മളെ കൊണ്ട് പറ്റും. കാര്യം ഞാൻ കുറെ കാലമായി അറിഞ്ഞോ അറിയാതെ ഇതിലൊരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ശബരിമലയിൽ തന്നെ ദിവസങ്ങളോളം താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത മാധ്യമങ്ങളുടെ ഭാഗമായി പലപ്പോഴും ഞാൻ ശബരിമലയിൽ പന്തളത്തും ഒക്കെ വന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ധൈര്യമായിട്ട് അതൊന്ന് എഴുതിക്കൂടെ, അത് എഴുതിയിട്ട് നിങ്ങളുടെ മാധ്യമം അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മാധ്യമം വഴി അതൊന്ന് പബ്ലിഷ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ആ ഒരു ആശയമാണ് സത്യത്തിൽ ഇന്നിവിടെ കാണുന്ന ഈ ഒരു ഡോക്യുമെന്ററിയുടെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചത്. വളരെ ഇതിനൊരു പ്രൊഡ്യൂസർ ആവശ്യമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു വലിയ ഓട്ടത്തിലായിരുന്നു നമ്മൾ. 2 മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ജയൻജി വന്നപ്പോൾ അദ്ദേഹവുമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി പോയത്. അപ്പോൾ അവിടെ അകത്ത് പൂജ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പുറത്ത് സോപാനത്തിൽ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് വിശദമായി അദ്ദേഹവുമായി സംസാരിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരാളുണ്ട്, ഞാനത് സംസാരിക്കാം. അങ്ങനെയാണ് ഹരിബോൽ പ്രൊഡക്ഷൻസും തത്വമയും ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഒന്നിക്കുന്നത്. ഇന്നിവിടെ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു മഹത്തായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ശ്രീ അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഇതുവരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അയ്യപ്പന്റെ ശബരിമലയുമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും തന്നെ സമൂഹവും ലോകവും കേട്ടിരുന്നില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിന്റെ മൊത്തത്തില് സമൂഹ ജീവിതത്തില് നാം അനുഭവിക്കേണ്ടി വന്ന ചില വൈകൃതങ്ങളുടെ ഭാഗമായിട്ട്, അധികാര വൈകൃതങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെയും പൂർണ്ണമായും നശിപ്പിച്ചിട്ട് മാത്രമേ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് നിലനിൽക്കാൻ ഒരു പിടിവള്ളിയെങ്കിലും കിട്ടുകയുള്ളൂ എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നാം കണ്ടിട്ടുള്ള തികച്ചും വൈകൃതമായിട്ടുള്ള വൈകൃതങ്ങൾ നമ്മൾ കാണേണ്ടി വന്നത്. അത് ഭരണകർത്താക്കളുടെ നേരിട്ടുള്ള ഇടപെടലിൽ കൂടെയാണെന്ന് നാം കണ്ടു. പക്ഷെ അതിനെതിരെ ശ്രീ അയ്യപ്പൻ തന്നെ ആദ്യം മുന്നിലിറങ്ങി എന്ന് വേണം പറയാം. നമ്മൾ അന്നത്തെ ഇവിടെ പന്തളത്ത് നടന്ന അമ്മമാര് സ്വയം മുന്നിട്ട് ഇറങ്ങിയിട്ട് നടന്നിട്ടുള്ള ആ കാര്യങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, TV-യിൽ കൂടെയും മറ്റു ചിത്രങ്ങളുടെയും കണ്ട് ആ അഭിമാനം ബഹുമാനം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, നമുക്കറിയാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നേരത്തെ സനോജ് പറഞ്ഞു, ഇവിടുത്തെ അദ്ദേഹം ആയിട്ട് സംസാരിച്ചതിന്റെ ഫലമായിട്ട്
ഇങ്ങനൊരു പുതിയ പ്രൊജക്ടിന് രൂപം കൊടുക്കാനും അതിന് ഈ മേഖലയിൽ ധാരാളം പരിചയമുള്ള വളരെ ശക്തമായ ഒരു ടീം തന്നെ ഇതിന്റെ കൂട്ടത്തിലുള്ള എന്നുള്ളത് വളരെ വിജയപ്രദമായി അയ്യപ്പൻ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇത് കേരളത്തിലോ ഭാരതത്തിലോ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെതായിട്ടുള്ള ഫലശ്രുതികൾ ആ എല്ലാ കാര്യങ്ങളും അവിടെ എത്തിപ്പെടും എന്നുള്ളതിന് നമുക്ക് ആർക്കും സംശയമില്ല. പാവകാന സരസ്വതി വാജേഭരവാജിനീവതി യജ്ഞം പ്രഷ്ടുഭ്യാവസു ചോദയത്രീ സുനൃതാനാം ചേതന്തി സുമതീനാം യജ്ഞം ദധേ സരസ്വതി. ഇന്ന് വലിയൊരു ചരിത്രത്തിൻ്റെ നാന്ദി കുറിക്കലാണ്. കാരണം ശ്രീ അയ്യപ്പനെ കുറിച്ച് എന്നല്ല, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട എന്തിനെക്കുറിച്ചും അത് നടത്തുന്ന ഏത് പ്രവർത്തനത്തെക്കുറിച്ചും തർക്കം, രണ്ടഭിപ്രായമുണ്ട്. ഇതുവരെ ഇല്ലാത്തതിന് പോലും രണ്ടഭിപ്രായം. എന്തിനും രണ്ടഭിപ്രായം, മൂന്നഭിപ്രായം, നാലഭിപ്രായം വരുമ്പോൾ യുവാക്കൾ പോലും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, വളരെ ആശയം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ശരിയായ ഉത്തരം പറയുന്നത് ആര് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എവിടെ പോയാലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നമുക്കൊരു ഉറപ്പില്ല. അത്തരം ഒരു ഘട്ടത്തിൽ തത്വമയി TV ഈ ഹരിബോൾ എന്ന് പറയുന്ന സംവിധാനവുമായി ചേർന്ന് 18-നപ്പുറം എന്ന് പറയുന്ന ഒരു ഡോക്യു ഫിക്ഷൻ ഉണ്ടാക്കുകയാണ്. ഇത് തീർച്ചയായും യാതൊരു സംശയവുമില്ല, ഈ നമ്മുടെ ലോകത്തിലേക്ക് തന്നെ, നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയ്യപ്പ ഭക്തരുണ്ട്, അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, നിരവധി തരത്തിൽ അയ്യപ്പനുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ. നമ്മൾ ഒരു വിക്കിപീഡിയ നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിന് വേണ്ടി ശ്രമിച്ചാൽ ഒക്കെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം. ഈ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എന്നെ പോലൊരു ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കും. പലപ്പോഴും ഞാൻ സനോജിന് യൂട്യൂബിൽ കിട്ടുന്ന പല കാര്യങ്ങളും അയച്ചു കൊടുക്കാം. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? കാരണം നമുക്ക് അറിഞ്ഞൂടാ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ചരിത്ര കഥനങ്ങളാണ്, അത് മിത്തോളജി ആയിട്ടാണ്, അത് മിത്തായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സനോജ് പറഞ്ഞ ഒരു പുതിയ നെറേറ്റീവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമല്ല, യഥാതഥമായ ഒരു നെറേറ്റീവ്, ഒരു വിശദീകരണം നമുക്ക് എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണിന്ന്. ചെറിയൊരു തുടക്കമല്ല. കാരണം തുടങ്ങി വെച്ചുകൊണ്ട് ഒരാള് എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കുകയല്ല, വളരെയേറെ പഠനം നടത്തി വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം കാര്യത്തിലേക്ക് ഇതിന്റെ CEO കൂടിയായിട്ടുള്ള ശ്രീ രാജേഷ് പിള്ള, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്, ഇതിലേക്ക് ഇറങ്ങുന്നത്. തത്വമയിയെ TVയെ സംബന്ധിച്ചിടത്തോളം, തത്വമയി എന്ന് പറയുന്ന ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം എന്നെ ശ്രീ രാജേഷ് പിള്ളയ്ക്ക് പരിചയപ്പെടുത്തി തന്നത് ശ്രീ KG വേണുഗോപാൽ. ഞാൻ പിന്നീട് അത് കേൾക്കാൻ തുടങ്ങി, ഞാനത് വീഡിയോ കാണാൻ തുടങ്ങി. വളരെ മിതത്വം പാലിക്കുകയും എന്നാൽ വേണ്ടിടത്ത് അത് കൃത്യമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പത്രപ്രവർത്തനം. സാധാരണഗതിയിൽ നമ്മൾ സാമൂഹ്യ മാധ്യമം എന്ന് പറഞ്ഞാൽ ഒരു അഴുകുഴമ്പൻ, ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആകർഷണീയമാവുന്ന രീതിയിൽ കുറെ കള്ളങ്ങൾ അടിച്ചു വിടുന്ന ഒരു പരിപാടി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സത്യസന്ധമായി സനാതന ധർമ്മത്തിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, അത് എനിക്ക് വളരെ ശ്രദ്ധ തോന്നുകയും കാശ്യവേദ റിസർച്ച് ഫൗണ്ടേഷൻ എല്ലാ വർഷവും ഒരു പത്രപ്രവർത്തകന് ഒരു അവാർഡ് കൊടുത്താണ്. കഴിഞ്ഞ തവണ ആ അവാർഡ് ഞങ്ങൾ കൊടുത്തത് ശ്രീ രാജേഷ് പിള്ളയ്ക്ക്. വളരെ ആലോചിച്ചാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം പത്രപ്രവർത്തനം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനവും ഗവേഷണ അക്കാദമിക് പ്രവർത്തനവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മളെ സമൂഹത്തിൽ എവിടെയോ നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന, എന്നേക്കാൾ കൂടുതൽ ഭംഗിയായി
ഇത് ഇവിടെ അവതരിപ്പിക്കാൻ നമ്മളെ മുമ്പിൽ ഈ പന്തളത്തുകാരനായ ഈ ലോകത്തിന്റെ പുരുഷനായ ഭാരതത്തിന് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത ശ്രീ നന്ദകുമാർജി ഇവിടെ ഉണ്ട്. നന്ദേട്ടൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അത്തരം വലിയൊരു കാര്യത്തിലേക്ക് പോകുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏതൊരു വിഷയം പുറപ്പെടുമ്പോഴും, ഏതൊരു സനാതനധർമ്മ വിരുദ്ധമായി ഏത് പ്രവർത്തനം തുടങ്ങുമ്പോഴും ഒരു അൺഹോളി നെക്സസ് രൂപപ്പെടും. ആ അൺഹോളി നെക്സസ് എന്ന് പറയുന്നതിന് അക്കാദമി മുതൽ പത്രപ്രവർത്തനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. നേരത്തെ രാജേഷ് പി സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു, നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള ആശങ്ക ഉൽപ്പാദിപ്പിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് എന്ന തോന്നൽ നമ്മളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. സത്യത്തിൽ ശരണം വിളിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനും ശിവൻ സ്വാമിയും ഒക്കെ നമ്മളെ ഇപ്പോൾ വിളിച്ച് കേൾപ്പിച്ചത്. അതെങ്ങനെ ഭക്തിപൂർവ്വം ചെയ്യാം, അങ്ങനെ അല്ലാതെയും എങ്ങനെ ചെയ്യാം എന്ന് ഇന്നലെ ഒരാൾ നമുക്ക് കാണിച്ചിരുന്നു. സ്വാമി അയ്യപ്പോ എന്ന്. അപ്പൊ ആകെ കണ്ടിരിക്കുന്ന ചിലപ്പോ ഈ ഉണ്ണിയൊന്നും കേൾക്കാത്ത ആൾക്കാർക്ക് ഒരു സംശയം തോന്നി, ഇനി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ തന്നെയാണ് ഇത് വിളിക്കേണ്ടതെന്ന് തോന്നിപ്പോ. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ ആശങ്കകൾ സൃഷ്ടിക്കുന്നത്. അറിയാത്തത് കൊണ്ട് മാത്രമല്ല, അറിഞ്ഞുകൊണ്ടുമാണ്. ആശങ്ക സൃഷ്ടിക്കുക, വിഭേദം സൃഷ്ടിക്കുക, അതൊരു വലിയ സാംസ്കാരിക ആക്രമണമാണ്, ഒരു ബൗദ്ധിക കടന്നാക്രമണം. അത് വളരെ ചിട്ടയോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല അത്. ഇപ്പൊ ഭാരതം സ്വതന്ത്രമാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഒരു ആശങ്ക ഇട്ടു ഒരാൾ. ആരും പേരൊന്നും പറയുന്നില്ല, ഇതൊരു പവിത്രമായ സന്നിധാനമാണ്, അവിടെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞു എന്ന് ചിലർക്ക് ധരിക്കും. ആദ്യത്തെ പ്രസംഗം ദാറ്റ്സ് കൺസിഡേർഡ് ടു ബി എ പോയറ്റിക് സ്പീച്ച് എന്നൊക്കെ ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്പീച്ചാണ്, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അപ്പോ അതിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു വി ആർ എ നേഷൻ ഇൻ മേക്കിംഗ്. ഹലോ, എന്താ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. കേൾക്കാൻ സുഖമുള്ള ഒരു പദപ്രയോഗമാണ്, ഒരു വാചകമാണ്, വി ആർ എ നേഷൻ ഇൻ മേക്കിംഗ്. സത്യത്തിൽ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മളിപ്പോ ഒരു രാഷ്ട്രമല്ല എന്നാണ്. ഭാരതം ഒരു രാഷ്ട്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രയാണം ആരംഭിച്ചത്, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഈ മൈക്ക് ഞാൻ ഓണാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓണാക്കിയിട്ടില്ല, ഇപ്പൊ അത് ഓഫാണ് എന്നാണ്. വി ആർ എ നേഷൻ ഇൻ മേക്കിംഗ്. എല്ലാ സ്വാതന്ത്ര്യദിന സന്ദേശ പരിപാടികളിലും നമ്മുടെ രാഷ്ട്രീയക്കാരും സാഹിത്യ ദുരന്തരന്മാരും അങ്ങനെ കുറെ നമ്മുടെ ടി ജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡമാലകുണ്ടന്മാരുണ്ട് നമ്മുടെ സാഹിത്യ പരിപാടിയിലൊക്കെ വന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ. അതായത് അവർ പറയുക അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലേ എന്നാണ്. സത്യത്തിൽ അർത്ഥം എന്താ? ഈ രാഷ്ട്രം, വേദ പണ്ഡിതനായ രാജേഷ് ജിയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വേദത്തേക്ക് ഉദ്ധരിക്കുക ശരിയല്ല. വേദത്തിൽ തന്നെ പരാമർശിക്കപ്പെടുന്ന ഈ മഹത്തായ രാഷ്ട്രം ഭദ്രമിച്ഛന്ത ഋഷയസ്വർവിതതപോദീക്ഷാമം ശരിയല്ല, ക്ഷമിക്കണേ. ഭദ്രമിച്ഛന്ത ഋഷയസ്വർവിതതപോദീക്ഷാമുപസേതുരഗ്രേ തതോ രാഷ്ട്രം ബലമോജശ്ച ജാതം തദസ്മൈ ദേവാമുപസന്നമന്തു. നമിക്കുകയാണ് ദേവതകൾ പോലും ഈ രാഷ്ട്രത്തെ. എങ്ങനെ ജനിച്ച രാഷ്ട്രം? അത് നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാര് തപസ് ചെയ്തതിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. തപസ് എന്തിനു വേണ്ടി ചെയ്തതാണ്? പലരും പ്രാർത്ഥിക്കാറുള്ളത് ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തരണേ അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക. പക്ഷെ ഇവിടെ ഈ ഋഷീശ്വരന്മാരെ പ്രാർത്ഥിച്ചത് ഈ ലോകത്തിൽ സർവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്നാണ്. അതാണ് നമ്മുടെ പ്രത്യേകത. ഭദ്രമിച്ഛന്ത ഋഷയ സ്വർവിത. സ്വർവിത ഇതൊരു വലിയ മഹത്തരമായ പ്രയോഗമാണ്. നമ്മുടെ എല്ലാ പ്രാചീന ഗ്രന്ഥങ്ങളിലും നമ്മുടെ അനുശാസനങ്ങളിലും കാണുന്ന ഒന്നാണ്. സർവേപി സുഖ്നഃ സന്തു സർവേ സന്തു നിരാമയ. സർവ സ്വർവിത എല്ലാവർക്കുമാണ്. അത് ഞാൻ എന്റെ മാർഗത്തിലൂടെ വരുന്നവനെ, എന്റെ കൊണ്ടാട്ടിക്ക്, എന്റെ മക്കൾക്ക് മാത്രം മംഗളം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ല നമ്മുടെ പൂർവികന്മാര്. നമ്മുടെ പൂർവികന്മാര് പ്രാർത്ഥിച്ചിട്ടുള്ളത് സർവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്നാണ്. പണ്ടത്തെക്കാളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പറയാൻ ദേവരെ ധൈര്യമില്ലായിരുന്നവർക്ക് ഇപ്പൊ അയ്യപ്പ എന്ന് വിളിച്ചു തുടങ്ങി.
അത് മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണശപ്പാനാണ്. അപ്പൊ അത്ര കഠിന കഠോരമാണ് എങ്കിൽ പോലും ത്യാഗം സഹിക്കാൻ ഇന്ന് അയ്യപ്പനെ ഒന്ന് വിളിക്കാൻ തയ്യാറാകുന്നു എന്ന് കാണുന്നത് ഒരു സന്തോഷം. ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നില്ല. കാരണം പണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചതിന്റെ പേര് ആലപ്പുഴയിൽ CPM ഓഫീസിലേക്ക് കടന്നു വന്ന 2 അയ്യപ്പന്മാരെ ഇറക്കി വിട്ട VS അച്യുതാനന്ദൻ ഇപ്പോൾ ഓർക്കുക. അന്ന് അദ്ദേഹം ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ചുമതല വഹിക്കുന്ന സമയം 2 പേർ കുടിയൊക്കെ ഇട്ട് മാല ധരിച്ച് കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ധരിച്ച് കയറി വന്നപ്പോൾ ഇറങ്ങു പുറത്ത് എന്ന് കടക്ക് പുറത്ത് എന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം മാറി. ഇന്ന് അയ്യപ്പൻ സർവ്വസാധാരണമായ നിലയിലേക്ക് ഏവർക്കും വിളിക്കാൻ കഴിയുന്ന ഒരു മന്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വാമിയെ ഇന്ന് എവിടെ നിന്ന് വിളിച്ചാലും കൂടെ വിളിക്കാനാണുണ്ടാവും. മറ്റു മന്ത്രങ്ങൾ പോലെയല്ല. മറ്റു മന്ത്രങ്ങളൊക്കെ വ്യക്തിഗതമാണ്. കാരണം അവരെ വിളിക്കുക, അവരെ ചൊല്ലുക, അത് ഏറ്റുപറയുക. പക്ഷെ സ്വാമിയെ ഇന്ന് ഒരു നാൽക്കവലിൽ നിന്ന് വിളിച്ചാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാലും ഒരു പരിചയമില്ലാത്തവരാണ് അടുത്തിരിക്കുന്നതെങ്കിൽ അവരത് ഏറ്റു വിളിക്കും. ശരണമയ്യപ്പോ എന്ന് വിളിക്കും. അത്രണ്ട് പ്രചാരം കിട്ടിയ, അത്രയേറെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലിറങ്ങി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു ജനകീയ മന്ത്രമായത് മാറുകയും അതിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ആർക്കും തടയിടാൻ പറ്റില്ല. കാരണം ഇത് വളരെ വർഷക്കാലമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1950 തീവെപ്പുക, അതിനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങൾ, അന്നും തീവെപ്പ് 1957 തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി. ശബരിമല അയ്യപ്പനൊരു വിഷയമായി. ആ നിയമസംബന്ധിച്ചപാട് ജനങ്ങളോട് പറഞ്ഞത് അയ്യപ്പനെ കുറിച്ചാണ്, ശബരിമലയെ കുറിച്ചാണ്. കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ പ്രസിദ്ധീകരിക്കും, എനിക്ക് അധികാരം കിട്ടിയാൽ ഞാൻ പ്രസിദ്ധീകരിക്കുമെന്നാണ്. പക്ഷെ ആ റിപ്പോർട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അന്ന് അത് ദേശബന്ധു പത്രവും മാതൃഭൂമി ദിനപത്രവും ഒക്കെ അവിടെ പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് അതിന്റെ ഉള്ളടക്കം നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനിങ്ങോട്ട് ശബരിമലയുമായി ബന്ധപ്പെടുന്ന ഒട്ടേറെ വിഷയങ്ങൾ എപ്പോഴും ഇങ്ങനെ ആളിക്കത്തും. അത് അയ്യപ്പന്റെ മാത്രം ഒരു സവിശേഷതയാണ്. ഓരോരോ കാലഘട്ടം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ജനങ്ങളുടെ ചർച്ച ചെയ്യപ്പെടും. അത് നമുക്കറിയാം. നാളിതുവരെ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായി മാറുകയാണ്. അത് ഈ അയ്യപ്പ ധർമ്മത്തിന്റെ കാലിക പ്രസക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനസമൂഹം പല വിധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടെങ്കിലും അവരെല്ലാവരും ഒരേപോലെ ഇതേക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നു. മറ്റേതൊരു വിഷയവും ഇങ്ങനെ തുടർച്ചയായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഓരോ വർഷം ചെല്ലുമ്പോൾ വേറൊരു വിഷയമായിരിക്കും. കാരണം ഏതാണ്ട് 70-75 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന അയ്യപ്പൻ. അതിനുശേഷവും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ, അവരുടെ രക്തത്തിൽ തുടിക്കുന്ന ഒരു വികാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിർബന്ധിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ ഉണ്ടാക്കിയെടുത്തതല്ല. സ്വാഭാവികമായി നമ്മുടെ മണ്ണിന്റെ ഒരു സവിശേഷത എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പറയാം. അത് വികസിച്ച് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്വമയി ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ കാലത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് കടന്നിറങ്ങി വന്നിരിക്കുന്നതെന്ന് കാണുന്നത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്.
ഇപ്പൊ ഗുരുദേവന്റെ ഒരു പ്രതിനിധിയായിട്ട് അയ്യപ്പ ഭഗവാന്റെ ഈ മണ്ണിൽ അയ്യപ്പ ഭഗവാന്റെ ഒരു ഡോക്യുഫിക്ഷന്റെ ആരംഭ പ്രക്രിയയിൽ സന്നിഹിതരാവാൻ സാധിക്കുന്നത് വലിയൊരു സൗഭാഗ്യമായിട്ട് കണക്കുകൂട്ടുന്നു. അന്തേട്ടനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യുവാക്കളുടെ ഇടയിലുള്ള ആശയക്കുഴപ്പത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോടിയെത്തിയ ഒരു കഥയാണ്. മുല്ലാ നസറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. മുല്ലാ നസറുദ്ദീൻ്റെ ഒരു സുഹൃത്ത്, ഒരു എഡ്യൂക്കേഷൻ ഓഫീസർ, ഒരു ദിവസം ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, ഒഥല്ലോ എഴുതിയത് ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് ഒരു കുട്ടിയെടുത്ത് ചോദിച്ചു, ആരാ എഴുതിയെന്ന് ചോദിച്ചു. ആ കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പതുക്കെ പതുക്കെ പൊക്കിയിട്ട് പറഞ്ഞു, ഞാനല്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. ഈ എഡ്യൂക്കേഷൻ ഓഫീസർക്ക് ചിരി വന്നു. പക്ഷെ കുട്ടികളുടെ മുമ്പിൽ ഒരു ഗാംഭീര്യതയോടുകൂടി നിൽക്കുന്നത് കാരണം അദ്ദേഹം അത് പ്രകടിപ്പിച്ചില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ മുല്ലയുടെ വീട്ടിലെത്തി ഈ സംഭവം പറഞ്ഞ് ഇദ്ദേഹം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മുല്ലയും കൂടെ പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിച്ച് ഉരുണ്ട് മറിഞ്ഞ് ചിരിച്ച് മുല്ല അവസാനം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തോന്നണതേ അവൻ നിങ്ങളെ പറ്റിച്ചതായിരിക്കും. ശരിക്കും അവൻ തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, നിങ്ങളെ വെറുതെ പറ്റിച്ചതായിരിക്കും. ഇതേപോലെയാണ് ഇന്ന് ഒരു നരേറ്റീവുകൾ ഉണ്ടാക്കി സമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. വ്യക്തതയോടുകൂടി ഒന്നും അറിയില്ല. നേരത്തെ നഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഗൂസ്ബെറിയുടെ ആളുകളാണ്. വ്യക്തതയോടെ ഒന്നും അറിയാതെ ജനമനസ്സുകളിലെ യുവാക്കളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് അവരുടെ ഉള്ളിലുള്ള ലക്ഷ്യം. അതുവഴി ഭിന്നിപ്പിക്കുക, ഈ വലിയൊരു സനാതന ധർമ്മ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അവരാരും തിരിച്ചറിയാത്തൊരു കാര്യം, നമ്മളുടെ ചരിത്രത്തിന്റെ ഭാഗം എടുത്തു നോക്കിയാൽ ആ ചരിത്രത്തില് കാവ്യാത്മകതയുണ്ട്. നമ്മളുടെ എല്ലാ ചരിത്രകാരന്മാരും അവരെല്ലാവരും കവികളായിരുന്നു. കാവ്യാത്മകതയുണ്ട്, തത്വമുണ്ട്, അവിടെ ചരിത്രവുമുണ്ട്. പക്ഷെ പലപ്പോഴും ചരിത്രം ഇന്ന് ആധുനിക ചരിത്രം നോക്കിയാൽ അതെല്ലാം ബൗദ്ധിക വ്യവഹാരം മാത്രമാണ്, അത് ചിന്തകൾക്ക് മാത്രമാണുള്ളത്. പക്ഷെ നമ്മളുടെ ചരിത്രം നോക്കിയാൽ അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യണ ചരിത്രമായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു കാവ്യതയുടെ ഈണങ്ങളുണ്ട്. അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള തത്വങ്ങൾ അതിൽ അധിഷ്ഠിതമാക്കി വച്ചിട്ടുണ്ട്. മൂന്നാമത്തത് ചരിത്രത്തിന്റെ മനോഹാരിതയും അതിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു സനോജിയും ഞാനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ആലോചന വന്നത് അത് ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ടും അത് സാധ്യമാവുകയാണ്. കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദരത്തിക്ക് ഇനി എന്തു വേണം എന്ന മനസ്സോടെയാണ് ഞാനും നിങ്ങളും ഈ വേദിയിലും സദസ്സിലും ഇരുന്നത്. കാരണം മനോഹരമായ അഖിലിൻ്റെ മനോഹരമായ സോപാന സംഗീതം അത് കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടേക്ക് വന്ന അഷ്ടപതി എന്തു മനോഹരമായി നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരു പുതിയ തലങ്ങൾ സൃഷ്ടിച്ചു തന്നു അദ്ദേഹം ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. അതിമനോഹരമായ പ്രസംഗങ്ങൾ, അയ്യപ്പന്റെ പുണ്യഭൂമിയിൽ നടക്കുന്ന വളരെ ധന്യമായ ഒരു ചടങ്ങ്. മാത്രമല്ല അയ്യപ്പ ചരിതം എന്താണ്, എങ്ങനെയാണ് എന്ന് സമൂഹത്തോട് വിളിച്ചോതുവാൻ അതിൻ്റെ സത്യസന്ധമായ ഒരു അന്വേഷണാത്മകമായ വഴിയിലൂടെ ഒരു മാധ്യമ സഞ്ചാരം നടക്കുന്ന അതിന് തിരികൊളുത്തുന്ന ഒരു വേദി. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായ ഒരു സംസാരം ഒട്ടും ഉചിതമല്ല എന്നെനിക്കറിയാം. ഇവിടെ പറഞ്ഞതിൻ്റെ സാരസംഗ്രഹം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം, ഈ സിമന്റും കമ്പിയും നിർമ്മിക്കുന്നത് പോലെ നമ്മളുടെ ആധ്യാത്മിക സനാതനധർമ്മ ചരിത്രം മാത്രമല്ല, പിറന്നു വീണ നാടിൻ്റെ ചരിത്രം പോലും മാറി മറിയുന്ന പുതിയ ചരിത്രങ്ങൾ എഴുതപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വലിയ ഒരു റോളാണ് അക്കാര്യത്തിൽ നിർവഹിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ രാജ്യത്തെ മാധ്യമങ്ങൾ അതിൻ്റെ ഭാഗമായി മാറുന്നു, ഓരോരുത്തർക്കും വേണ്ടി നിലകൊള്ളുന്നു, ഓരോ വഴിയിലേക്ക് അത് തിരിച്ചുവിടുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഉത്തമ ബോധ്യത്തോടുകൂടി ഞാൻ ഇവിടെ പറയുകയാണ്. മാധ്യമങ്ങൾ അതിൽ വളരെ കൃത്യമായ ഒരു റോള് നിർവഹിക്കുന്നുണ്ട്. നമ്മളാരും അറിയാതെ നമ്മിലേക്ക് അത് സന്നിവേശിക്കുന്നുണ്ട്. നമ്മളെപ്പോലും മയക്കുമരുന്ന് പോലെ അത് നമ്മളെ സ്വാംശീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മളിലേക്ക് അത് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു അയ്യപ്പനെ കുറിച്ച്, എന്താണ് അയ്യപ്പൻ,
അയ്യപ്പന്റെ ജനനം എങ്ങനെയാണ്, അയ്യപ്പൻ എങ്ങനെയാണ് ശബരിമലയിൽ എത്തിയത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, എൻ്റെ മകൾ എന്നോട് സംശയം ചോദിക്കുന്നു. ആ നിലയിൽ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളുടെ തറവാടുകളിൽ അങ്ങനെയുള്ള തർക്ക വിതർക്കങ്ങൾ നമ്മളുടെ തറവാടുകളിൽ പോലും നടക്കുമ്പോൾ ഇത് ഈ 18നും അപ്പുറത്തേക്കുള്ള ഈ ഡോക്യുമെന്ററി ഒരു നന്മ മനസ്സിലാക്കുവാൻ, നന്മയെ കുട്ടികളിലേക്ക്, നമ്മുടെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാൻ, സത്യസന്ധമായി അതിൻ്റെ വഴികൾ അന്വേഷിക്കുന്നവർക്ക് ആ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള വലിയൊരു അറിവനുഭവമായി മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം എല്ലാ അവതാരങ്ങളും ഉണ്ടാകുന്നത് ഓരോ ആവശ്യവും നിവർത്തിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു മാധ്യമ അവതാരം ഉണ്ടാവുകയാണ് ഒരാവശ്യ നിവർത്തിക്ക് വേണ്ടി. ആ ഒരു സാഹചര്യത്തിൽ അത് ഭംഗിയായി നടക്കട്ടെ എന്നുള്ള ഹൃദയപൂർവമായ പ്രാർത്ഥന മനമുരുകി ഞാനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന സഫലമാകട്ടെ. അതിന് മുൻകൈ എടുക്കുന്ന, അതിന് വേണ്ട, അതിനായി പിന്നിൽ നിന്ന് പ്രവർത്തിച്ച, ഒരിക്കലും രംഗത്ത് വരാത്ത ഇതിൻ്റെ പ്രൊഡ്യൂസർ ഹരിബോൾ, അദ്ദേഹം ഒന്നും ഇവിടെ ഇല്ല. അതിന് മനസ്സ് കാണിച്ച, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അങ്ങനെ ഒരാൾ മുന്നിലേക്ക് വരണം, ഇല്ലെങ്കിൽ അത് നടക്കില്ല. അതിനെ പ്രേരിപ്പിച്ച, അതിനൊരു നിമിത്തമായി മാറിയ രാജേഷ് ജി, അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും ഉള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി ഇവിടെ അറിയിക്കുന്നു.